നമുക്ക് പറയാം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമായ പരമേശ്വരൻ്റെ പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഇനി പറയുന്ന മന്ത്രങ്ങൾ നിത്യവും ജപിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര കഠിനമായതായാലും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. അപ്പോൾ മന്ത്രങ്ങൾ ഇതാണ്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തൽക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഭഗവാന്റെ സിമ്പിളായ അതുപോലെ ശക്തിയാർന്ന 6 മന്ത്രങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പഞ്ചാക്ഷരി മന്ത്രത്തെ പോലെ തന്നെ ശക്തിയാർന്ന മന്ത്രമാണ് ഈ മന്ത്രങ്ങൾ. പ്രത്യേകിച്ച് ഈ മന്ത്രം ജപിക്കുമ്പോൾ വ്രതനിഷ്ഠകളോ പൂജകളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ എവിടെ ഇരുന്നും ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. അപ്പോൾ മന്ത്രവും ഏത് മന്ത്രം ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ജപിച്ചാൽ ഫലമുണ്ടാകും എന്നതിനെയും കുറിച്ച് നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യമായിട്ട് മായാ പഞ്ചാക്ഷരി മന്ത്രം എന്നതാണ്. രണ്ടാമത്തത് മദന പഞ്ചാക്ഷരി മന്ത്രം. 3 വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം. 4 ശക്തി പഞ്ചാക്ഷരി മന്ത്രം. 5 മുക്തി പഞ്ചാക്ഷരി മന്ത്രം. 6 ശ്രീ പഞ്ചാക്ഷരി മന്ത്രം. അപ്പോൾ ഈ മന്ത്രങ്ങൾ ഒന്നിച്ച് ഒരു കാരണവശാലും ജപിക്കരുത്. ഓരോ ആവശ്യവും അതിൻ്റെ ഫലം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത മന്ത്രം ജപിക്കാവൂ. ഓരോ മന്ത്രവും അതിശക്തിയാർന്ന മന്ത്രങ്ങളാണ്. അപ്പോൾ ഈ മന്ത്രങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ ഇരുന്നും ജപിക്കാവുന്നതാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് കട്ടിലിരുന്നോ അല്ലെങ്കിൽ തറയിൽ ആണ് പായ വിരിച്ച് അതിൻ്റെ പുറത്തിരുന്ന് വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം 11 തവണ ജപിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ഉറങ്ങുന്നതാണെങ്കിൽ ഉറങ്ങാം. എത്രയും പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ലഭിക്കുന്ന മന്ത്രങ്ങളാണ് ഇവ. ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും മനസ്സിൽ ഉൾക്കൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. അപ്പോൾ ഓരോ മന്ത്രവും ഇനി പറയാം. ഓരോന്നിൻ്റെയും മന്ത്രവും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് മായാ പഞ്ചാക്ഷരി മന്ത്രം. ഈ മന്ത്രം യം നമ ശിവായ എന്നതാണ്. യം നമ ശിവായ. ഈ മന്ത്രം പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരാളിന് കടം കൊടുത്തു, പക്ഷേ കടം തിരിച്ചു കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പണം വരുന്നുണ്ട്, അത് ഓരോന്നായിട്ട് ചിലവ് ചെയ്ത് പോകുന്നുണ്ട്, നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല. എന്നാൽ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മായാ പഞ്ചാക്ഷരി മന്ത്രം യം നമ ശിവായ. ഈ മന്ത്രം. അടുത്ത രണ്ടാമത്തത് മദന പഞ്ചാക്ഷരി മന്ത്രമാണ്. മന്ത്രം ക്ലീം നമ ശിവായ. ഈ മന്ത്രം വശീകരണത്തിനായി മാത്രം ഉള്ള മന്ത്രമാണ്. മദന പഞ്ചാക്ഷരി മന്ത്രം ഭാര്യാഭർത്തൃ വശീകരണത്തിനും കാമുകന്മാർക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇപ്പോൾ വഴക്കിട്ട് നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഏറ്റവും അടുത്ത് തന്നെ ബന്ധങ്ങൾ ദൃഢമായി വരുന്നതാണ്. അപ്പോൾ മന്ത്രം ഇതാണ്, ക്ലീം നമ ശിവായ. അടുത്ത മൂന്നാമത്തത് വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഐം നമ ശിവായ. മന്ത്രം വിദ്യയ്ക്കും ജോലികൾ നേടാനും ജോലിയിലുള്ള തടസ്സങ്ങൾ മാറുവാനും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാനും അതിന് സംബന്ധമായ ജോലികൾ ലഭിക്കാനും ഈ മന്ത്രം ജപിച്ചാൽ
ശീഘ്രം തന്നെ ഫലം ലഭിക്കുന്നതാണ്. അടുത്തത് നാലാമത്തേത് ശക്തി പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഹ്രീം നമ ശിവായ. ഈ മന്ത്രം ജപിക്കുന്നതിന് മൂലം ശത്രുദോഷങ്ങൾ അകലാനും നമുക്ക് രക്ഷ നേടാനും സാധിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഞെട്ടി ഉണരുമ്പോൾ ഭയന്ന് നിലവിളിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഒരു തലവേദന, അങ്ങനെ ആ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ നെറുകയിൽ കൈവച്ച് ഈ മന്ത്രം 11 തവണ ജപിച്ചാൽ രോഗശാന്തി ലഭിക്കുന്നതാണ്. അടുത്തത് മുക്തി പഞ്ചാക്ഷരി മന്ത്രം. മന്ത്രം ഇതാണ്: രം നമ ശിവായ. രോഗശമനത്തിന് വേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കാവുന്നത്. അടുത്തത് ആറാമത്തത് ശ്രീ പഞ്ചാക്ഷരി മന്ത്രമാണ്. മന്ത്രം ശ്രീ നമ ശിവായ. ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ലഭിക്കാൻ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഈ മന്ത്രം നിത്യേന ജപിക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ എല്ലാ മന്ത്രങ്ങളും ഒരുമിച്ച് ജപിക്കാൻ പാടുള്ളതല്ല. ഏത് ആവശ്യമാണോ നിങ്ങൾക്കുള്ളത് ആ മന്ത്രം നിത്യേന ജപിക്കുക. ഒരാഗ്രഹം സാധിച്ച് നിറവേറിക്കഴിഞ്ഞാൽ അടുത്ത മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.